ഇറാനെതിരെ ഇസ്രായേൽ തിരിച്ചടി തുടങ്ങിയതോടെ ആശങ്ക ഇന്ത്യക്കുമുണ്ട്. ഇറാനിൽ അപ്രതീക്ഷിത ഡ്രോൺ ആക്രമണം ഇസ്രായേൽ നടത്തിയതിന് പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയാണ് ഇനി കുത്തനെ ഉയർന്നത് ഇന്ത്യൻ വിപണിയെ ആശങ്കപ്പെടുത്തുന്നത്. ക്രൂഡ് ഓയിൽ വില ഉയർന്നാൽ അത് ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിക്കും. ഇപ്പോഴത്തെ നിലയിൽ വില ഉയർന്നാൽ പെട്രോൾ അതുപോലെ ഡീസൽ വില ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. ഇറാനിൽ ഇസ്രായേൽ മിസൈൽ പതിച്ചുവെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ 4% പെട്ടെന്നുള്ള വർധനവാണ് ക്രൂഡ് ഓയിലിന് ഇന്നുണ്ടായത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ ബാരലിന് $90 വില ഉയർന്നത്. 3.94% ഉയർച്ചയാണ് ആഗോളതലത്തിൽ ഉണ്ടായത്. ബാരലിന് $90.54 വില. US വെസ്റ്റ് ടെക്സാസ് ഇന്റർമീഡിയറ്റ് ക്രൂഡ് ഓയിൽ വില 4.06% കൂടി $86.09 ബാരലിന് ആയിട്ടുണ്ട്. ഇറാൻ ഇസ്രായേൽ പോര് പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് നീങ്ങുകയാണ്. ക്രൂഡ് വില $100 വരെ ഉയർന്നേക്കുമെന്നും സൂചനകളുണ്ട്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ അന്താരാഷ്ട്ര എണ്ണ വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഉയർത്തിയേക്കും. ഇങ്ങനെ സംഭവിച്ചാൽ അത് ഇന്ത്യക്കാരെയും നേരിട്ട് ബാധിക്കും. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ 20% ഒമാൻ ഉൾക്കടലിലെ ഹോർമുസ് ചുരത്തിലൂടെയാണ് പോകുന്നത്. ഇറാന്റെ പല ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളും ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം രൂക്ഷമായാൽ ഈ പ്രദേശത്തു കൂടിയുള്ള കപ്പലുകളുടെ ഗതാഗതം ഇസ്രായേൽ തടയുന്ന അവസ്ഥ വരെ ഉണ്ടായേക്കാം. സൂയിസ് കനാൽ തടയുമെന്ന് ഇറാനും ഭീഷണി മുഴക്കിയിട്ടുണ്ട്. സൂയിസ് കനാൽ വഴി പ്രതിദിനം 5.5 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ വിതരണം ചെയ്യപ്പെടുന്നു. 2023 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ അസംസ്കൃത എണ്ണയുടെ 65% സൂയിസ് കനാൽ വഴിയാണ് വന്നത്. സൂയിസ് കനാലിലും ഹോർമുസ് ചുരത്തിലും എന്തെങ്കിലും തടസ്സമുണ്ടായാൽ എണ്ണ വിതരണം മുടങ്ങും. ഏപ്രിൽ 1 മുതലാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം ആരംഭിച്ചത്. അതിനുശേഷം ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $80 നിന്ന് $90 ആയി ഉയർന്നു. സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് റിപ്പോർട്ട് അനുസരിച്ച് ഇറാൻ ഇസ്രായേൽ സംഘർഷം ലഘൂകരിച്ചില്ലെങ്കിൽ എണ്ണ വില ബാരലിന് $100 എത്തിയേക്കാം. അസംസ്കൃത എണ്ണയുടെ വില വർദ്ധിച്ചാൽ അത് പെട്രോൾ ഡീസൽ വിലയെ ബാധിക്കുമെന്ന് ഉറപ്പാണെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഇറാൻ പ്രധാന നഗരമായ ഇസ്ഫഹാനിലാണ് ഇസ്രായേലിന്റെ അപ്രതീക്ഷിതമായ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ഇസ്രായേലിന്റെ ആക്രമണത്തിന് പിന്നാലെ പ്രതികരണവുമായി ഇറാനും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇസ്രായേലിലെ ഡ്രോൺ ആക്രമണം ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്നും വ്യോമ പ്രതിരോധ സംവിധാനത്തിലൂടെ 3 ഡ്രോണുകൾ തകർത്തുവെന്നാണ് ഇറാൻ അറിയിച്ചത്. നദാൻസ് ആണവ കേന്ദ്രം ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന ഇറാന്റെ നിർണായക പ്രദേശമാണ് ഇസഫഹാൻസ്. ഡ്രോൺ ആക്രമണം ആണവ കേന്ദ്രത്തെ ബാധിച്ചിട്ടില്ലെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഇറാൻ ആണവ പദ്ധതിയുമായി ബന്ധമുള്ള ഇസഫാൻ നഗരത്തിലാണ് വ്യോമാക്രമണം ഉണ്ടായത്. എന്നാൽ ആണവ കേന്ദ്രത്തെയാണോ ആക്രമിച്ചതെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് US ഉദ്യോഗസ്ഥർ പറഞ്ഞു. പ്രാദേശിക സമയം പുലർച്ചെ 5 മണിക്കാണ് മധ്യ ഇറാനിലെ ഇസഫഹാൻ നഗരത്തെ ലക്ഷ്യമാക്കി ആക്രമണം ഉണ്ടായത്. ഇസഫഹാൻ വിമാനത്താവളത്തിനടുത്താണ് വ്യോമാക്രമണം ഉണ്ടായതെന്ന് ഇറാനിയൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കിയെങ്കിലും വിപുലമായ തോതിലുള്ള ആക്രമണങ്ങളോ സ്ഫോടനങ്ങളോ ഉണ്ടായില്ലെന്ന് ഇറാൻ സർക്കാർ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു.